പകൽ നേരത്ത് ഇത് ആൾത്തിരക്കുള്ള മെട്രോ സ്റ്റേഷനായി തോന്നും. എന്നാൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇവിടെയെല്ലാം മാറാൻ ആരംഭിക്കും. ആ സമയത്താണ് ഗൗരവ് മുംബൈയിൽ നിന്ന് വന്നത്. അയാൾ മെട്രോയിലാണ് യാത്ര ചെയ്തത്. ഒരു ദിവസം രാത്രി 10 മണിക്ക് നടന്ന സംഭവമാണിത്. ഗൗരവ് മെട്രോ ട്രെയിനിൽ നിന്നിറങ്ങി. അയാൾക്ക് സിഗരറ്റ് വലിക്കണമെന്ന് തോന്നി. അതിനാൽ അയാൾ ആളൊഴിഞ്ഞ ഒരു സ്ഥലം തിരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ പില്ലർ നമ്പർ 108 അയാളുടെ കണ്ണിൽ പെട്ടു. അങ്ങോട്ട് പോകാം, അവിടെ ആരുമില്ലെന്ന് തോന്നുന്നു. അയാൾ പില്ലറിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ അടുത്തു നിന്നിരുന്ന ജനങ്ങൾ അയാളെ വിസ്മയത്തോടെ നോക്കി. ആരും അയാളെ തടഞ്ഞു നിർത്തിയില്ല. ഒടുവിൽ ഗൗരവ് പില്ലറിന്റെ അടുത്തെത്തി. അയാൾ സിഗരറ്റ് വലിക്കാൻ ആരംഭിച്ചു. ഇവിടുന്ന് എന്തെങ്കിലും പാർസൽ മേടിക്കാം, പാചകം ചെയ്യാനൊന്നും എനിക്ക് വയ്യ. ഗൗരവിന് ആരോ വരുന്ന ശബ്ദം കേട്ടു. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ശിഖണ്ഡി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ശിഖണ്ഡി അയാളെ നോക്കി കൈ തട്ടി. നീ നാട്ടില് പുതിയതാ? എന്ത്? എനിക്കെന്താണെന്നോ? ഞാൻ വെറുതെ ചുമ്മാ ചോദിച്ചതാ. എന്താണ് ചെറുക്ക, എന്തിനാ നീ ചൂടാവണ്? ശിഖണ്ഡി ഗൗരവിന്റെ മേൽ തൊടാൻ നോക്കി. അടുത്ത് വരല്ലേ, എന്റെ അടുത്ത് വരല്ലേ. അയ്യോ, എന്തിനാ ചൂടാവണേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ എവിടെ പോയാലും ഞാൻ നിന്റെ പുറകെ വരും. മനസ്സിലായോടെ ചെറുക്ക? ശിഖണ്ഡിയുടെ അടുത്തു നിന്നും രക്ഷപ്പെടാൻ ഗൗരവ് മുന്നോട്ട് നടന്നു. ശിഖണ്ഡിയും അയാളുടെ പുറകെ നടന്നു. അല്ല, നിങ്ങളെന്തിനാ എന്റെ പുറകെ വരുന്നത്? അതെനിക്ക് വരാൻ തോന്നിയിട്ട്. നീയൊരു ചന്തക്കാരനാണ് ട്ടാ. ഗൗരവ് വേഗത്തിൽ നടന്നു. ശിഖണ്ഡി പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഗൗരവ് ഒരു ചൈനീസ് കൗണ്ടറിൽ ചെന്നു. ചേട്ടാ, ഒരു ഫ്രൈഡ് റൈസ് പാർസൽ എടുത്തോ. എനിക്കും കൂടി പറയട ചെറുക്ക. നിങ്ങൾക്ക് എന്തിനാ ഞാൻ വാങ്ങിച്ചു തരുന്നത്? വേണമെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കും. ഗൗരവ് ശിഖണ്ഡിയോട് ദേഷ്യപ്പെട്ടു. പക്ഷെ ചൈനീസ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന ആൾ ശിഖണ്ഡിയെ കണ്ടില്ല. ഗൗരവ് ആരോടാണ് സംസാരിക്കുന്നതെന്നറിയാതെ അയാൾ വല്ലാതെ വിഷമിച്ചു. സഹോദര, നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? ദേ നിൽക്കുന്ന കണ്ടില്ലേ, ഇവരോട് തന്നെ. പിന്നെ ആരോടാ? എന്ത്? അതിനവിടെ ആരും ഇല്ലല്ലോ. എന്താ ചേട്ടാ ഇത്? ഇത്രയും വലിയ ആളിവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുന്നില്ലേ? അവിടെ ആരും ഇല്ലല്ലോ, പിന്നെങ്ങനെയാ ഞാൻ കാണുന്നത്? കൗണ്ടറിലിരുന്ന ആൾ ഫ്രൈഡ് റൈസ് പാക്ക് ചെയ്തു കൊടുത്തു. ഗൗരവ് പാർസലും കൊണ്ട് മുന്നോട്ട് നടന്നു. ശിഖണ്ഡി അപ്പോഴും അയാളുടെ പുറകിലുണ്ടായിരുന്നു. കുറച്ചു ദൂരം നടന്ന ശേഷം ഗൗരവ് വീണ്ടും നിന്നു. ശിഖണ്ഡിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. നിങ്ങൾ ആരാ? എന്തിനാ എന്റെ പുറകെ വന്നോണ്ടിരിക്കുന്നത്? അങ്ങനെ ചോദിക്ക ചെക്ക. എന്റെ പേര് ചന്താന്നാ. എടാ ചെറുക്ക, ഞാനൊരു ഹിജഡയാണെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതെനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ എന്തിനാ എന്റെ പുറകെ വരുന്നേ? നിനക്ക് എന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നിന്റെ പുറകെ വരില്ല കേട്ടോ. അല്ല, നിങ്ങളുടെ കഥ ഞാനെന്തിനാ കേൾക്കുന്നത്? ഇപ്പൊ എനിക്ക് അതിനൊന്നും തീരെ സമയമില്ല. ദയവ് ചെയ്ത് എന്റെ പുറകെ വരരുത് പ്ലീസ്. ഗൗരവ് ദേഷ്യത്തോടെ മുന്നോട്ട് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ചിന്തിച്ചു, ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടാലോ? പിന്നെ ഇവരെന്റെ പുറകെ വരുമെന്ന് തോന്നുന്നില്ല. ഗൗരവ് വേഗത്തിൽ ഓടാൻ തുടങ്ങി. ശിഖണ്ഡിയും അയാളുടെ പുറകിൽ തന്നെ ഓടി. കിതപ്പ് കാരണം ഗൗരവ് നിന്നു. എന്നിട്ട് അയാൾ ചോദിച്ചു, അയ്യോ, എന്താ ഇത്? നിങ്ങൾക്ക് എന്റെ പുറകെ വരാതിരുന്നൂടെ? എടാ ചെറുക്ക, നീ എന്റെ കഥയൊന്ന് കേക്ക്. പിന്നെ ഞാൻ നിന്റെ പുറകെ വന്ന് ശല്യം ചെയ്യില്ല, സത്യം. ശിഖണ്ഡിയുടെ പ്രേതം ഗൗരവിനെ കയറിപ്പിടിച്ചു. ശരി ശരി, പറയേ, വേഗം പറയണം. 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹിജഡ മുംബൈയിലെ റോഡുകളില് പിച്ച എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അവള് സന്തോഷവതിയായിരുന്നു. എല്ലാരെയും തലയിൽ കൈവച്ച് അവൾ അനുഗ്രഹിക്കുകയും ചെയ്യുമായിരുന്നു. ഈശ്വരൻ എന്നെ അനുഗ്രഹിച്ച എല്ലാ സൗഭാഗ്യങ്ങളും തരട്ടെ, നന്നായി വരും മോനെ. അവർ എല്ലാവർക്കും ഉപകാരങ്ങളും ചെയ്തു പോന്നു. എല്ലാം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മെട്രോയുടെ പണി തുടങ്ങിയത്. മെട്രോയുടെ പില്ലറിന് വേണ്ടി വലിയ വലിയ കുഴികൾ കുഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ആ ഹിജഡ അവളുടെ വീട്ടിലേക്ക് പോവുമായിരുന്നു. ഈശ്വരാ, എത്ര വലിയ കുഴി! അപ്പൊ പില്ലർ എത്ര വലുതായിരിക്കും? അവർ ആ കുഴിയിലേക്ക് നോക്കി നിന്നു. പെട്ടെന്ന് JCBയുടെ ലൈറ്റിന്റെ വെളിച്ചം അവരുടെ മുഖത്തടിച്ചു. വെളിച്ചം കൂടുതലായിരുന്നുകൊണ്ട് അവൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. അവൾ കാൽ വഴുതി കുഴിയിലേക്ക് വീണു. അവർ നേരെ ആ കമ്പിയിലാണ് ചെന്ന് വീണത്. അവളുടെ ശബ്ദം കേട്ട് JCB ഡ്രൈവറും പിന്നെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളും ഓടി അവിടേക്ക് എത്തി. അയ്യോ, എന്താ ഇത്? ഇവരുടെ ശരീരത്തിൽ കമ്പി തുളച്ചു കയറിയിട്ടുണ്ടല്ലോ. അയ്യോ, ഞാൻ കാരണമാണല്ലോ ഇത് സംഭവിച്ചത്. ദൈവമേ, അവർ വേദന കൊണ്ട് പൊളഞ്ഞു. രക്ഷിക്കണേ, എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ, രക്ഷിക്കണേ. അത് കണ്ട് ഡ്രൈവറും ജോലിക്കാരനും പേടിച്ചു.
എന്റെ പേരിൽ കൊലക്കേസ് രജിസ്റ്റർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ശ്രദ്ധക്കുറവിന്റെ പേരിൽ ശിക്ഷ എന്തായാലും കിട്ടും. അവർ വേദന കൊണ്ട് നിലവിളിക്കുകയായിരുന്നു. പക്ഷേ ഡ്രൈവർക്കും ജോലിക്കാരനും അവരുടെ ഭാവിയിലായിരുന്നു ആശങ്ക. ചേട്ടാ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് എന്തായാലും ഇവർ മരിച്ചുപോകും. അതിലും നല്ലത് ഇവരെ ഇവിടെ തന്നെ കുഴിച്ചിടുന്നതാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെ പേരിലും ഒരു കേസും ഉണ്ടാവില്ല. ആ, അതാണ് നല്ലത്. അങ്ങനെ ചെയ്താലേ നമുക്ക് രക്ഷയുള്ളൂ. ആ ഡ്രൈവറും ജോലിക്കാരനും ഹിജഡ മരിക്കാൻ വേണ്ടി കാത്തുനിന്നു. ഹിജഡ അവസാന ശ്വാസം വിട്ട ഉടനെ ആ ജോലിക്കാരനും JCB ഡ്രൈവറും കൂടി അവരെ മണ്ണിട്ട് മൂടി. അതിനുശേഷം അവിടെ വലിയൊരു പില്ലർ രൂപം കൊണ്ടു. പില്ലർ നമ്പർ 108. എല്ലാവർക്കും അറിയാം, ആ പില്ലറിൽ ഒരു ഹിജഡയുടെ ആത്മാവുണ്ടെന്ന്. ആ ആത്മാവ് അവിടെ ആര് വന്നാലും അവരുടെ പുറകെ കറങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ അവനെ പിന്തുടരുകയും ചെയ്യും. അതായത് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്ന പോലെയോ? അതെ, അതുപോലെ തന്നെ. ശിഖണ്ഡിയുടെ പ്രേതം ഗൗരവിനെ കയറി പിടിച്ചു. അയാളുടെ കഴുത്തിൽ നിന്നും ചോര കുടിച്ച് അയാളുടെ മാംസം ഭക്ഷിച്ചു. പകൽ നേരത്ത് ഇത് ആൾത്തിരക്കുള്ള മെട്രോ സ്റ്റേഷനായി തോന്നും. എന്നാൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇവിടെയെല്ലാം മാറാൻ ആരംഭിക്കും. ആ സമയത്താണ് ഗൗരവ് മുംബൈയിൽ നിന്ന് വന്നത്. അയാൾ മെട്രോയിലാണ് യാത്ര ചെയ്തത്. ഒരു ദിവസം രാത്രി 10 മണിക്ക് നടന്ന സംഭവമാണിത്. ഗൗരവ് മെട്രോ ട്രെയിനിൽ നിന്നിറങ്ങി. അയാൾക്ക് സിഗരറ്റ് വലിക്കണമെന്ന് തോന്നി. അതിനാൽ അയാൾ ആളൊഴിഞ്ഞ ഒരു സ്ഥലം തിരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ പില്ലർ നമ്പർ 108 അയാളുടെ കണ്ണിൽ പെട്ടു. അങ്ങോട്ട് പോകാം, അവിടെ ആരുമില്ലെന്ന് തോന്നുന്നു. അയാൾ പില്ലറിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ അടുത്തു നിന്നിരുന്ന ജനങ്ങൾ അയാളെ വിസ്മയത്തോടെ നോക്കി. ആരും അയാളെ തടഞ്ഞു നിർത്തിയില്ല. ഒടുവിൽ ഗൗരവ് പില്ലറിന്റെ അടുത്തെത്തി. അയാൾ സിഗരറ്റ് വലിക്കാൻ ആരംഭിച്ചു. ഇവിടുന്ന് എന്തെങ്കിലും പാർസൽ മേടിക്കാം. പാചകം ചെയ്യാനൊന്നും എനിക്ക് വയ്യ. ഗൗരവിന് ആരോ വരുന്ന ശബ്ദം കേട്ടു. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ശിഖണ്ഡി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ശിഖണ്ഡി അയാളെ നോക്കി കൈ തട്ടി. ഡാ, നീ നാട്ടില് പുതിയതാ? എന്ത്? എനിക്കെന്താണെന്നോ? ഞാൻ വെറുതെ ചുമ്മാ ചോദിച്ചതാ. എന്താണ് ചെറുക്ക, എന്തിനാ നീ ചൂടാവണ്? ശിഖണ്ഡി ഗൗരവിന്റെ മേൽ തൊടാൻ നോക്കി. ദേ, അടുത്ത് വരല്ലേ, എന്റെ അടുത്ത് വരല്ലേ. അയ്യോ, എന്തിനാ ചൂടാവണേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ എവിടെ പോയാലും ഞാൻ നിന്റെ പുറകെ വരും. മനസ്സിലായോടെ ചെറുക്ക? ശിഖണ്ഡിയുടെ അടുത്തു നിന്നും രക്ഷപ്പെടാൻ ഗൗരവ് മുന്നോട്ട് നടന്നു. ശിഖണ്ഡിയും അയാളുടെ പുറകെ നടന്നു. അല്ല, നിങ്ങളെന്തിനാ എന്റെ പുറകെ വരുന്നത്? അതെനിക്ക് വരാൻ തോന്നിയിട്ട്. നീ ഒരു ചന്തക്കാരനാണ് ട്ടാ. ഗൗരവ് വേഗത്തിൽ നടന്നു. ശിഖണ്ഡി പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഗൗരവ് ഒരു ചൈനീസ് കൗണ്ടറിൽ ചെന്നു. ചേട്ടാ, ഒരു ഫ്രൈഡ് റൈസ് പാർസൽ എടുത്തോ. എനിക്കും കൂടി പറയട ചെറുക്ക. നിങ്ങൾക്ക് എന്തിനാ ഞാൻ വാങ്ങിച്ചു തരുന്നത്? വേണമെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കും. ഗൗരവ് ശിഖണ്ഡിയോട് ദേഷ്യപ്പെട്ടു. പക്ഷെ ചൈനീസ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന ആൾ ശിഖണ്ഡിയെ കണ്ടില്ല. ഗൗരവ് ആരോടാണ് സംസാരിക്കുന്നതെന്നറിയാതെ അയാൾ വല്ലാതെ വിഷമിച്ചു. സഹോദര, നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? ദേ നിൽക്കുന്ന കണ്ടില്ലേ, ഇവരോട് തന്നെ. പിന്നെ ആരോടാ? എന്ത്? അതിനവിടെ ആരും ഇല്ലല്ലോ. എന്താ ചേട്ടാ ഇത്? ഇത്രയും വലിയ ആളിവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുന്നില്ലേ? അവിടെ ആരും ഇല്ലല്ലോ, പിന്നെങ്ങനെയാ ഞാൻ കാണുന്നത്? കൗണ്ടറിലിരുന്ന ആൾ ഫ്രൈഡ് റൈസ് പാക്ക് ചെയ്തു കൊടുത്തു. ഗൗരവ് പാർസലും കൊണ്ട് മുന്നോട്ട് നടന്നു. ശിഖണ്ഡി അപ്പോഴും അയാളുടെ പുറകിലുണ്ടായിരുന്നു. കുറച്ചു ദൂരം നടന്ന ശേഷം ഗൗരവ് വീണ്ടും നിന്നു. ശിഖണ്ഡിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. നിങ്ങൾ ആരാ? എന്തിനാ എന്റെ പുറകെ വന്നോണ്ടിരിക്കുന്നത്? അങ്ങനെ ചോദിക്ക ചെക്ക. എന്റെ പേര് ചന്താന്നാ. എടാ ചെറുക്ക, ഞാനൊരു ഹിജഡയാണെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതെനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ എന്തിനാ എന്റെ പുറകെ വരുന്നേ? നിനക്ക് എന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നിന്റെ പുറകെ വരില്ല കേട്ടോ. അല്ല, നിങ്ങളുടെ കഥ ഞാനെന്തിനാ കേൾക്കുന്നത്? ഇപ്പൊ എനിക്ക് അതിനൊന്നും തീരെ സമയമില്ല. ദയവ് ചെയ്ത് എന്റെ പുറകെ വരരുത്, പ്ലീസ്. ഗൗരവ് ദേഷ്യത്തോടെ മുന്നോട്ട് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ചിന്തിച്ചു, ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടാലോ? പിന്നെ ഇവരെന്റെ പുറകെ വരുമെന്ന് തോന്നുന്നില്ല. ഗൗരവ് വേഗത്തിൽ ഓടാൻ തുടങ്ങി. ശിഖണ്ഡിയും അയാളുടെ പുറകിൽ തന്നെ ഓടി. കിതപ്പ് കാരണം ഗൗരവ് നിന്നു. എന്നിട്ട് അയാൾ ചോദിച്ചു, അയ്യോ, എന്താ ഇത്? നിങ്ങൾക്ക് എന്റെ പുറകെ വരാതിരുന്നൂടെ? എടാ ചെറുക്ക, നീ എന്റെ കഥയൊന്ന് കേക്ക്. പിന്നെ ഞാൻ നിന്റെ പുറകെ വന്ന് ശല്യം ചെയ്യില്ല, സത്യം. ശിഖണ്ഡിയുടെ പ്രേതം ഗൗരവിനെ കയറി പിടിച്ചു. ശരി ശരി, പറയേ, വേഗം പറയണം. 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹിജഡ മുംബൈയിലെ റോഡുകളില് പിച്ച എടുത്തോണ്ടിരിക്കുകയായിരുന്നു.
അവള് സന്തോഷവതിയായിരുന്നു. എല്ലാരെയും തലയിൽ കൈവച്ച് അവൾ അനുഗ്രഹിക്കുകയും ചെയ്യുമായിരുന്നു. ഈശ്വരൻ എന്നെ അനുഗ്രഹിച്ച എല്ലാ സൗഭാഗ്യങ്ങളും തരട്ടെ, നന്നായി വരും മോനെ. അവർ എല്ലാവർക്കും ഉപകാരങ്ങളും ചെയ്തു പോന്നു. എല്ലാം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മെട്രോയുടെ പണി തുടങ്ങിയത്. മെട്രോയുടെ പില്ലറിന് വേണ്ടി വലിയ വലിയ കുഴികൾ കുഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ആ ഹിജഡ അവളുടെ വീട്ടിലേക്ക് പോവുമായിരുന്നു. ഈശ്വരാ, എത്ര വലിയ കുഴി! അപ്പൊ പില്ലർ എത്ര വലുതായിരിക്കും? അവർ ആ കുഴിയിലേക്ക് നോക്കി നിന്നു. പെട്ടെന്ന് JCBയുടെ ലൈറ്റിന്റെ വെളിച്ചം അവരുടെ മുഖത്തടിച്ചു. വെളിച്ചം കൂടുതലായിരുന്നുകൊണ്ട് അവൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. അവൾ കാൽ വഴുതി കുഴിയിലേക്ക് വീണു. അവർ നേരെ ആ കമ്പിയിലാണ് ചെന്ന് വീണത്. അവളുടെ ശബ്ദം കേട്ട് JCB ഡ്രൈവറും പിന്നെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളും ഓടി അവിടേക്ക് എത്തി. അയ്യോ, എന്താ ഇത്? ഇവരുടെ ശരീരത്തിൽ കമ്പി തുളച്ചു കയറിയിട്ടുണ്ടല്ലോ. അയ്യോ, ഞാൻ കാരണമാണല്ലോ ഇത് സംഭവിച്ചത്. ദൈവമേ, അവർ വേദന കൊണ്ട് പൊളഞ്ഞു. രക്ഷിക്കണേ, എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ, രക്ഷിക്കണേ. അത് കണ്ട് ഡ്രൈവറും ജോലിക്കാരനും പേടിച്ചു. എന്റെ പേരിൽ കൊലക്കേസ് രജിസ്റ്റർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ശ്രദ്ധക്കുറവിന്റെ പേരിൽ ശിക്ഷ എന്തായാലും കിട്ടും. അവർ വേദന കൊണ്ട് നിലവിളിക്കുകയായിരുന്നു. പക്ഷേ ഡ്രൈവർക്കും ജോലിക്കാരനും അവരുടെ ഭാവിയിലായിരുന്നു ആശങ്ക. ചേട്ടാ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് എന്തായാലും ഇവർ മരിച്ചുപോകും. അതിലും നല്ലത് ഇവരെ ഇവിടെ തന്നെ കുഴിച്ചിടുന്നതാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെ പേരിലും ഒരു കേസും ഉണ്ടാവില്ല. അതാണ് നല്ലത്. അങ്ങനെ ചെയ്താലേ നമുക്ക് രക്ഷയുള്ളൂ. ആ ഡ്രൈവറും ജോലിക്കാരനും ഹിജഡ മരിക്കാൻ വേണ്ടി കാത്തു നിന്നു. ഹിജഡ അവസാന ശ്വാസം വിട്ട ഉടനെ ആ ജോലിക്കാരനും JCB ഡ്രൈവറും കൂടി അവരെ മണ്ണിട്ട് മൂടി. അതിനുശേഷം അവിടെ വലിയൊരു പില്ലർ രൂപം കൊണ്ടു. പില്ലർ നമ്പർ 108. എല്ലാവർക്കും അറിയാം, ആ പില്ലറിൽ ഒരു ഹിജഡയുടെ ആത്മാവുണ്ടെന്ന്. ആ ആത്മാവ് അവിടെ ആര് വന്നാലും അവരുടെ പുറകെ കറങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ അവനെ പിന്തുടരുകയും ചെയ്യും. അതായത് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്ന പോലെയോ? അതെ, അതുപോലെ തന്നെ. ശിഖണ്ഡിയുടെ പ്രേതം ഗൗരവിനെ കയറി പിടിച്ചു. അയാളുടെ കഴുത്തിൽ നിന്നും ചോര കുടിച്ച് അയാളുടെ മാംസം ഭക്ഷിച്ചു.